നമസ്കാരം. പി സി ജോർജിനോട് പിണറായിക്ക് എന്താണ് ഇത്ര വിരോധവും വിദ്വേഷവും? പലരും പലപ്പോഴായി അന്വേഷിച്ച കാര്യമാണത്. എന്നാൽ വിരോധത്തിന്റെ കാരണം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പി സി ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും BJP നേതാവുമായ ഷോൺ ജോർജ്. ഈ ഷോൺ ജോർജ് ആണല്ലോ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനാകട്ടെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പിൻബലവുമുണ്ട്. ഒരു കാലത്ത് പി സി ജോർജ് VS അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്നു. PCയെ മുൻനിർത്തി VS പിണറായിക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുമുണ്ട്. ഖനന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കെതിരെ പോരാട്ടം നടത്തിയ കാലഘട്ടത്തിലായിരുന്നു അത്. 2004 കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിതാവായ പി സി ജോർജ് പിന്തുടർന്നു പോന്നിരുന്നതാണ്. 2004 VSനൊപ്പം ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. ഇതുവഴി കരിമണൽ ഖനനം നിർത്തിവെക്കേണ്ടിയും വന്നു. പിന്നീട് പി സി ജോർജിന്റെ അറസ്റ്റും മറ്റു വിവാദങ്ങളും ഉണ്ടായപ്പോഴാണ് ഞാനിത് ശരിക്കും പഠിക്കുന്നത്. അതോടെ ഇതിനെല്ലാം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ മൗനാനുവാദം നൽകിയിരുന്ന പിണറായിക്ക് VSനോടുള്ള വിദ്വേഷം PCയിലേക്കും എത്തി. ഇതോടെ ഓടി നടന്ന PCക്കെതിരെ പകപോക്കാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെയാണ് പി സി ജോർജിനെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയായിരിക്കെ ഗൂഢാലോചനയ്ക്കായി യുവതിയെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 2022 പിണറായി അറസ്റ്റ് ചെയ്യിക്കുന്നത്. അതിന് സത്യത്തിൽ CPMകാരുടെ ആസനം താങ്ങിയായ സരിത കൂട്ടുനിൽക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവം ഉണ്ടായതോടെയാണ് ഷോൺ ജോർജിന് വാശി കയറുന്നത്. തന്റെ അപ്പനെ കള്ളക്കേസിൽ കുടുക്കിയ പിണറായിയെ പൂട്ടണം. അതോടെ അപ്പൻ പിണറായിക്കെതിരെ പൊരുതിയ കേസുകളെടുത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മാസപ്പടി കേസിലേക്ക് എത്തുന്നതും. BJPയിലേക്ക് താൻ പോയത് തന്നെ കേന്ദ്ര നേതാക്കളുടെ പക്കൽ നിന്നും ഈ കേസിൽ ഇടപെടില്ലെന്നും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നുമുള്ള ഉറപ്പ് വാങ്ങിയാണ്. BJP അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ളവരുടെ സപ്പോർട്ട് തനിക്കുണ്ടെന്നും ഷോൺ പറയുന്നു. തനിക്ക് പിണറായിക്കെതിരെ പൊരുതുമ്പോൾ പേടിക്കാനൊന്നുമില്ല. കാരണം മടിയിൽ കനമില്ല. പിന്നെ വീട്ടിൽ കൃഷിയുള്ളതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന ഭയമൊന്നുമില്ല. അതൊക്കെ കട്ടും മോഷ്ടിച്ചും ഉണ്ടാക്കിയവർ പേടിച്ചാൽ മതി. ആ വിരട്ടലൊന്നും എന്നോട് വേണ്ട. ഞാൻ പി സി ജോർജിന്റെ മകനാണ്. അപ്പനെ കണ്ടു വളർന്ന മകനാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഭീഷണി തന്റെ രോമത്തിൽ പോലും ഏശില്ല. എന്തായാലും അപ്പന് വേണ്ടി അപ്പനെ ജയിലിലാക്കിയതിനെ തുടർന്നുണ്ടായ വാശിയെ തുടർന്നൊക്കെ തുടങ്ങിയതാണെങ്കിലും ഇതിപ്പോൾ സമൂഹത്തോട് തനിക്കുള്ള ഉത്തരവാദിത്തം കൂടിയായി മാറി. അതുകൊണ്ട് എക്സാലോജിക് CMRL ഇടപാടിൽ സത്യം പുറത്തു വരുന്നതിനായി ഏതറ്റം വരെയും പോകാൻ ഭയമില്ല. തനിക്കൊപ്പം ജനമുണ്ട്. പിന്നെ വേട്ടയാടൽ നടത്തുന്നത് തലയ്ക്ക് വെളിവില്ലാത്ത അന്തംകമ്മികളാണ്. അവരെ ആര് വകവയ്ക്കാനാണെന്നും ഷോൺ ചോദിക്കുന്നു. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാടുകളിൽ കോർപ്പറേറ്റ് ഫ്രോഡിന്റെ സാധ്യത അറിഞ്ഞു. തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന ഏജൻസിയെ കുറിച്ച് അറിഞ്ഞതും പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നതും. തുടർന്ന് പരാതി ലഭിച്ചുവെന്നും അന്വേഷണത്തിനായി സോണൽ ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്നും മറുപടി ലഭിച്ചു. 1 മാസം കഴിഞ്ഞും തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതോടെ രേഖകൾ സഹിതം ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. കോടതി ഇടപെട്ടതോടെ 2024 ജനുവരി 15 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. വീണ്ടും കോടതിയെ സമീപിച്ചതോടെയാണ് ജനുവരി 31 SFIO അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട CMRLും KSIDCയും കോടതിയെ സമീപിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. തുടർന്ന് വീണ വിജയൻ ബംഗളൂരു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയും തള്ളി. ED അന്വേഷണം ആരംഭിച്ചതോടെ അതിനെതിരെ CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ഹർജി കോടതി ജൂലൈ 7 മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താൻ നടത്തിയ പത്രസമ്മേളനം അതുപോലും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ അനുവാദത്തോടെയാണ്. വീണ, സുനീഷ് എന്നിവരുടെ പേരിലുള്ളതായിരുന്നു അതിൽ പറഞ്ഞ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലെത്തിയ പണം US-ലേക്ക്, അതായത് അമേരിക്കയിലേക്ക് മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഉൾപ്പെടെ മാറ്റിയെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. അത് അന്വേഷണ ഏജൻസികളെ അറിയിച്ചിട്ടുമുണ്ട്. അക്കാര്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അവരാണ്. എക്സോലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി വീണയുടേതാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ വീണയും സുനീഷും സിഗ്നറ്ററീസ് ആയിട്ടുള്ള എക്സോലോജിക് എന്ന ഒരു അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ?
അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയും അവരുടെ മുൻ ഭർത്താവ് സുനീഷ് എന്നിവർ സിഗ്നറ്ററീസ് ആയിട്ടൊരു അക്കൗണ്ട് എക്സോലോജിക് കമ്പനിക്ക് ഉണ്ട് എന്നും പ്രസ്തുത അക്കൗണ്ടിൽ പല വമ്പൻ കമ്പനികളും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു എൻ്റെ ആരോപണം. എന്നാൽ ഈ നിമിഷം വരെ ആ ആരോപണം നിഷേധിക്കാൻ വീണയോ മുഖ്യമന്ത്രിയോ പാർട്ടിയോ തയ്യാറായിട്ടില്ല. പകരം അതേ പേരിലുള്ള മറ്റൊരു കമ്പനിയെ ഇതിലേക്ക് വലിച്ചിഴച്ചു. അവരെ കൊണ്ട് പത്രസമ്മേളനം നടത്തി ജനങ്ങളിലും പാർട്ടി അനുഭാവികളിലും ആശയക്കുഴപ്പമുണ്ടാക്കി ആരോപണത്തെ വഴിതിരിച്ചു വിടാനാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ശ്രമിക്കുന്നത്. 2020 പൂട്ടിപ്പോയ വീണയുടെ കമ്പനിയെ കുറിച്ചാണ് എൻ്റെ ആരോപണം, അല്ലാതെ അതേ പേരിലുള്ള ഇപ്പോഴും പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയെ കുറിച്ചല്ല. ഏതോ ചാനലുകൾ വീണയ്ക്ക് കാനഡയിൽ കമ്പനി ഉണ്ടെന്ന വാർത്ത കൊടുത്തതിന്റെ പേരിൽ വരെ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത വീണ ഞാൻ വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ ഇതുവരെയും കേസ് കൊടുത്തിട്ടില്ല. പാർട്ടിയും മുഖ്യമന്ത്രിയും വീണയും എൻ്റെ ആരോപണം തെറ്റാണെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് നിയമപരമായി നേരിടണമെന്നും ഷോൺ വെല്ലുവിളിക്കുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കാര്യത്തിൽ താൻ തീരുമാനമുണ്ടാക്കും. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും. അതല്ലാതെ മാനനഷ്ട കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ പിണറായിക്കും മകൾക്കും? രണ്ടും അനങ്ങില്ല. കാരണം മടിയിൽ കനമുണ്ട്. പിന്നെ വീണയെ മുൻനിർത്തി കോടികൾ വാങ്ങിയ പ്രമുഖൻ ആരാണെന്നതിനും കേരള സമൂഹത്തിന് ഒന്നടങ്കം ഉത്തരമുള്ളതാണ്. എന്നിട്ടും പിണറായി ഒന്നും സമ്മതിക്കാതിരിക്കുന്നത്, അന്വേഷണങ്ങളെ മുക്കാൻ ശ്രമിക്കുന്നത് അധികാരത്തിന്റെ ഹുങ്കുകൊണ്ടാണ്. അതിനുള്ള ഉത്തരം തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ കിട്ടുമെന്നും ഷോൺ പറയുന്നു. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.